പരിപാടി വിശദമായി പറഞ്ഞു തരാൻ വേണ്ടി നമ്മൾ വന്നേരി പെരുമ്പടപ്പ് പോലീസ് സ്റ്റേഷനിലെ അത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ അകത്തളങ്ങളിൽ ഒതുങ്ങിയിരുന്ന ആൾക്കാരെ നമ്മൾ ഒരു കൂട്ടായിട്ട് ഒരു എക്സസൈസ് മാത്രമല്ല നമ്മുടെ വിനോദം പല പല പരിപാടികളും നമ്മൾ ഈ ഹെൽത്ത് ക്ലബിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത വീടാണെങ്കിൽ പോലും നമുക്ക് പരസ്പരം ഇത്ര പരിചയമായത് നമ്മൾ ഈ എക്സസൈസിൻ്റെ കൂട്ടായ്മ വെച്ചത് കൊണ്ട് മാത്രമാണ്. നമ്മൾ ഈ കൂട്ടായ്മയിൽ നിൽക്കുന്നത് 4 മാസമായിട്ടുള്ള ഈ കൂട്ടായ്മ നമ്മൾ കൊണ്ടുവന്നെങ്കിൽ കൂടി നമ്മൾ ആദ്യം തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ നടത്തി ഖത്തർ അഹമ്മദ് ഹോസ്പിറ്റലിലെ ചീഫ് ഹെഡ് ഷാജഹാൻ ഫിസിയോതെറാപ്പി അവരെ കൊടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ക്യാമ്പ് നമ്മൾ നടത്തി നമുക്ക് എല്ലാവിധ കാര്യങ്ങളും നല്ല ഭംഗിയിലും വൃത്തിയും നമുക്ക് പറഞ്ഞു തന്നു. പിന്നെ 3-ാമതായി നമ്മൾ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ നജിമ BM ഹോസ്പിറ്റൽ പുളിക്കൽ വർക്ക് ചെയ്യുന്ന പിന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ അവർ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ സ്ത്രീകളായതുകൊണ്ട് നമുക്ക് ഗൈനക്കോളജി വിഭാഗം നമ്മൾ കൊടുന്നിട്ട് നമ്മൾക്ക് എല്ലാ സംശയങ്ങൾക്കും നല്ല വൃത്തിക്ക് നമുക്ക് അത് സംശയങ്ങളൊക്കെ അവർ മാറ്റി തന്നു. അത് കോഴിമുട്ട ആയിക്കോട്ടെ പുളിങ്ങ ആയിക്കോട്ടെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ ഈ കൂട്ടായ്മയിൽ കൂടി കൊടുന്നിട്ട് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുക, പഴംപൊരി ഓരോ ആൾക്കാർക്കും എന്താണോ ഉണ്ടാക്കാൻ പറ്റുന്നത് ആ സാധനങ്ങൾ നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ കൊടുന്നിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി നമ്മൾ അങ്ങനെ ഒരു കച്ചവടം ഒരു ചന്ത ഇവിടെ നടത്തിയിട്ടുണ്ട്. ഡ്രസ്സ് മാക്സി അങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്തതായി ചെയ്തത് ഇപ്പോഴത്തെ ട്രെൻഡായ കത്തുപാട്ട് എന്താന്ന് പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരണ്ട സാറിന് അറിയാം കത്തുപാട്ട് എന്താന്ന് എന്താ പറയുക ഈ ഫ്രൂട്ട്സുകളൊക്കെ മുറിച്ചിട്ടിട്ട് എല്ലാ ഫ്രൂട്ടും ചക്കരമത്ത പിന്നെ എന്തൊക്കെ പൈനാപ്പിള് മുന്തിരി മാങ്ങ പേരക്ക ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ മുറിച്ച് ഇട്ടിട്ട് പഞ്ചസാരയും പുളിങ്ങി പിന്നെ ഉപ്പും ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു കുഴമ്പ് രൂപത്തിലൊക്കെ അതിൽ ഒഴിച്ചിട്ട് കുഴച്ചിട്ട് വാഴയുടെ ഇലയിൽ നിരത്തിയിട്ട് നമ്മളെല്ലാവരും പാട്ടൊക്കെ പാടിയിട്ട് നല്ല വൃത്തിക്ക് സന്തോഷത്തോടു കൂടി അത് കഴിച്ച് പിന്നെ നമ്മൾ ഈ എക്സസൈസ് കൊണ്ടുള്ള നമുക്ക് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ വീട്ടിലത്തെ മൂത്ത മരുമകൾ ഇവിടെ അവിടെയാണ് അവർ ഇങ്ങോട്ട് പോലും വരലില്ല കാരണം അവർക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ എക്സസൈസ് തുടങ്ങിയപ്പോൾ അവർ എന്നും ഈ വൈകുന്നേരമായ ഒരു സ്ഥലത്തേക്ക് എവിടേക്കും പോവാതെ ഈ എക്സസൈസിനായിട്ട് ഇങ്ങോട്ട് വരലുണ്ട്. പല ആൾക്കാർക്കും ഷുഗർ പ്രഷർ എന്നുള്ള അസുഖങ്ങളൊന്നുമില്ല, കൈയും കാല് വേദന ഒക്കെ എല്ലാവരും നമ്മളോട് പറയലുണ്ട്. ഈ എക്സസൈസിന് വന്നത് മുതൽ ഞങ്ങൾക്ക് കൈ മേലേക്ക് പൊന്തിക്കാൻ പറ്റുന്നുണ്ട്, കാല് പൊന്തിക്കാൻ പറ്റുന്നുണ്ട്, ദഹന പ്രക്രിയ നല്ല നിലയിൽ നടന്നു പോകുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ശ്വാസം മുട്ട് അനുഭവപ്പെടുന്ന ആൾക്കാർക്ക് നമ്മൾ നല്ല ബ്രീത്തിങ് എക്സസൈസ് നമ്മളിതിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് മരുന്ന് തിന്നണില്ല. അപ്പോൾ 20 കൊല്ലമായിട്ട് മരുന്ന് തിന്നിരുന്ന ആൾക്കാർ ഇപ്പോൾ മരുന്ന് കഴിക്കാതെ തന്നെ അവർക്ക് ശ്വാസകോശം വൃത്തിയായി എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. പിന്നെ അടുത്തത് ഇപ്പം നമ്മൾ വെക്കാൻ വിചാരിച്ചതാണ് നമ്മളെ ഈ സുരക്ഷിത സമൂഹം ലഹരിക്കെതിരെ എന്നുള്ളൊരു ക്ലാസ്. അത് നമ്മൾ സാറ് അത് നല്ല വൃത്തിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളാരും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ തന്നെ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു 10 വട്ടം പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തിനാണിപ്പോൾ നിങ്ങൾ ചോദിക്കും. ആദ്യം ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോണത് ഞങ്ങൾ ചാവക്കാട് പഠിക്കാൻ പോകുമ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വലുതായിട്ടാണ് ഞങ്ങൾ ഫാഷൻ ഡിസൈനിങ്ങിൽ പഠിക്കാൻ പോകുമ്പോൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ എനിക്കൊരു മോതിരം റോട്ടിൽ നിന്ന് കിട്ടി. അപ്പം ഞാൻ ആ മോതിരം കണ്ടിട്ട് ആദ്യം ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ കൊടുത്തു. പക്ഷെ ആ മോതിരത്തിന് 10 കൊല്ലമായി ഇന്ന് വരെ ആൾ വന്നില്ല. ആ മോതിരം എന്തായി എന്നൊന്ന് അറിയണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പോണത് മുഖമൂടിമുക്ക് എന്നൊരു സ്ഥലത്ത് എൻ്റെ മോള് എൻട്രൻസ് എക്സാം എഴുതിയിട്ട് വരുമ്പോൾ എൻ്റെ ആങ്ങളുടെ മോൻ്റെ കൂടെ ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ അവിടുന്ന് ഒരു വണ്ടിയിൽ ഒരു രാത്രി 8 മണിക്കാണ് വന്നിട്ട് വണ്ടി തട്ടി മറിച്ചിട്ട് പിന്നാലെ വന്നിട്ട് അപ്പോൾ എൻ്റെ മോളിത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് അയച്ചു തന്നെ. അപ്പോൾ ഞാനത് വേഗം വിളിച്ചിട്ട് വന്നേരി പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ഗുരുവായൂർ സ്റ്റേഷനിൽ അറിയിക്കേണ്ട കാര്യമാണ്, അപ്പോൾ അവിടെ അറിയിക്കണം. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് ഈ വീഡിയോ ഒക്കെ ഞാൻ അയച്ചു കൊടുത്ത് അപ്പോൾ നേരം വെളുക്കുമ്പോഴത്തേന് തന്നെ അവരാളെ പിടിച്ച് എന്നിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ പോയി വന്നിട്ട്
പിന്നെ അടുത്തതായിട്ട് ഞാൻ പോണത് ഇതേപോലെ തന്നെ എടപ്പാള് ഞങ്ങൾ വീണ്ടും ഒരു കൂട്ടായ്മയായിട്ട് അവിടെ കുറച്ച് കാലം ഞങ്ങൾ പഠിക്കാൻ പോയാലും എൻ്റെ ആങ്ങളുടെ മക്കളും എൻ്റെ താത്താടെ മരുമക്കൾ എൻ്റെ കസിൻസൊക്കെ കൂടിയിട്ട് ഒരു 10-15 ആൾ കൂട്ടായിട്ട് പോയിട്ടാണ്. അവിടുന്ന് എൻ്റെ ആങ്ങളുടെ ഭാര്യ എന്താന്ന് പറഞ്ഞാൽ ബാഗ് എന്നും കൊണ്ടുവരും. അപ്പോൾ ഈ സ്വർണ്ണം മൊത്തം ഈ ബാഗിട്ട് ഇട്ടാൽ വരും. ഇതൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ടീച്ചറോട് രഹസ്യമായിട്ട് ഇരുന്ന് പറഞ്ഞു കൊടുത്ത് ഇതെന്നാ പിറ്റേ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഈ 5 ആളും 8:30 മണിക്ക് ക്ലാസ്സിന് വരാൻ ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടൊരു ക്ലാസ് ഞാൻ പഠിപ്പിച്ചു തരാം, ഒരു ചിത്രമൊക്കെ വരച്ചിട്ട് നല്ലപോലെ പഠിക്കാനുള്ളതാണ്. ആയിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ 5 ആളും കൂടി 8:30 മണിയാകുമ്പോൾ പോയി. വലിയൊരു മാത്സനെ ഞങ്ങൾക്ക് വലിയൊരു ആളെ ചിത്രം വരച്ചു. ഞങ്ങൾ ഓരോ വരക്കാനും കൂടി അറിയാത്ത ആൾക്കാർ വരക്കായിരുന്നു. ഇത്രയില്ലെങ്കിൽ ബാഗ് എപ്പോഴും ഇട്ടാൻ ശ്രദ്ധിക്കും. നമുക്ക് അത് ചെറുത് സ്വർണ്ണം ഉണ്ടല്ലോ. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ബാഗ് തുറന്നിട്ടിരിക്കും. അപ്പോൾ ഇത്താൻ എന്നോട് പറഞ്ഞ് എൻ്റെ ബാഗ് തുറന്നിട്ടുണ്ട്, ഞാൻ നോക്കട്ടെ വെച്ച് പോയി നോക്കുമ്പോൾ മാല 2 വള കുറേ സ്വർണ്ണമുണ്ട്. 10-35 പവയിലുണ്ടായിരുന്നു. അതിന് 5-8 പവ ആൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ടീച്ചർ പറഞ്ഞു കൊടുക്കുക വളരെ അതേപോലെ കുട്ടികളെ സ്വർണ്ണമൊക്കെ പോയിക്കണം. പിന്നെ ഞാൻ പോയത് അടുത്ത് ഞാൻ പോയി വന്നേരി പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ സാറ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള പ്രമുഖ ഒരു സ്കൂളിലത്തെ ബസ് ഡ്രൈവർ എൻ്റെ മോൾക്ക് അശ്ലീലമായ മെസ്സേജ് അയച്ച് ഞങ്ങൾ അയക്കരുതെന്ന് പറഞ്ഞപ്പോൾ അയാൾ പോലീസിന് ഒരു പേടില്ല, ഈ നാട്ടിലെ പോലീസല്ലേ എന്നൊക്കെ എന്നോട് പറഞ്ഞ്. അപ്പോൾ സാറ് ഞങ്ങൾ പോയി പരാതി കൊടുത്ത്. അപ്പോൾ സാറ് തന്നെ അവരെ വിളിച്ച് നല്ല അടിയും കൊടുത്തിട്ടുണ്ട്. എന്നോടും അടിച്ചോളാൻ പറഞ്ഞു. അത് ഈ സാറ് തന്നെയാണ്, വേറെ ആരുമല്ല. പിന്നെ നമുക്ക് എങ്ങനെ അടിക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിയണില്ല. അപ്പോൾ നമ്മൾ അടിച്ചില്ല. അത് ഞാൻ അപ്പോൾ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞ കാരണം എന്തൊരു കാര്യങ്ങൾ നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവസാനം നമ്മൾ ചെന്നെത്തുക ഈ പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി പറയാൻ ആരും ഒന്നും മടിക്കണ്ട, ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ നമ്മൾ ആ മൊബൈൽ കിട്ടിയിട്ട സാറേ കുറേ പണി പെട്ട് കോടതിയും കേസൊക്കെ കൂടിയിട്ട് നമ്മളെ മൊബൈലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടി. എന്നാലും വേണ്ടിയില്ല, നമുക്കൊരു സമാധാനമായി. നമ്മളിങ്ങനെ ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഇനിയിപ്പോൾ ഞാൻ അധികം ഒന്നും നീട്ടി കൊണ്ടുപോകുന്നില്ല. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ പറഞ്ഞോളി, ഞാൻ പറയാം. എന്തെങ്കിലും വിട്ടുപോയില്ലല്ലോ. ശരി, സാറിനെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള മെമ്പർ, അതുപോലെ തന്നെ ഉസ്താദ്, പിന്നെ എനിക്കങ്ങനെ എല്ലാവരും അറിയില്ല. എന്തായാലും ഹൗസ് ഈ വീടിൻ്റെ ഓണറുണ്ട്, പേര് നോക്കുന്നുണ്ട്, സിദ്ദിഖ മുഹമ്മദ്. അതുപോലെ വേദിയിലുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇവിടെ ഞാൻ മനസ്സിലാക്കിയതൊരു ഷീ പവർ ഹെൽത്ത് ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബാണ് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. വളരെ ചെറിയ, അതായത് അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ, അതായത് ഈ കൂട്ടായ്മകളും ബന്ധങ്ങളൊക്കെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു അവസരത്തിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ എന്തായാലും ഒരു പൊതുസമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഉന്നമനത്തിന് നല്ല രീതിയിൽ നയിക്കുവാൻ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കൂട്ടായ്മയാവുമ്പോൾ തീർച്ചയായിട്ടും അത് സമൂഹത്തെ നല്ല നീതിയിലും അതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളെ നല്ല നിലയിലേക്ക് നയിക്കുന്നതിനും കുറച്ചുകൂടി നന്നാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പലപ്പോഴും പുരുഷന്മാരുടെ കൂട്ടായ്മയൊക്കെ ഈ പറഞ്ഞ പോലെ കൂട്ടായ്മ കൂടി അവസാനം അത് വേറെ വല്ല പ്രശ്നത്തിലേക്കൊക്കെ പോകുന്ന പല സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും സ്ത്രീകളുടെ കൂട്ടായ്മകളൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി, കാരണം ഏറ്റവും കൂടുതൽ റിലാക്സ് വേണ്ടത് സ്ത്രീകൾക്കാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ ടെൻഷനും അതുപോലെ തന്നെ വീടെന്ന് പറയുന്നത് 4 ചുമരുകൾക്ക് അപ്പുറത്തേക്ക് പലപ്പോഴും, കാരണം ഇപ്പോൾ സാധാരണഗതി ഓണായാലും പെരുന്നാളായാലും ഹോട്ടലിലൊക്കെ ഭയങ്കര തിരക്ക് കാണുന്നുണ്ട്. കാരണം ഞങ്ങൾ ഓണത്തിനും പെരുന്നാളൊന്നും വീട്ടിൽ പോകാറില്ലല്ലോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ ഇപ്പോൾ കൂടുതൽ ആൾക്കാരെ കാണുന്നതിന് കാരണം അവിടെ ഇപ്പോൾ സ്ത്രീകൾ അടുക്കളയ്ക്ക് ഉള്ളിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും